ഹലോ, ഞാൻ റിജസ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ദ പേഴ്സൺ സീസ് ദി മാനുവൽ 2024 എന്ന ഈ ബുക്കിനെ കുറിച്ചുള്ള വീഡിയോസ്. നമ്മൾ ഫസ്റ്റ് തന്നെ പറയുന്നത് ഈ ബുക്കിലെ പ്രധാനപ്പെട്ട കാര്യം, സിലബസ്, അതുപോലെ തന്നെ വീഡിയോ റിലേറ്റഡ് ആയിട്ടുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങളെല്ലാം ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കും. അപ്പം ദയവേത് ചെക്ക് ചെയ്ത് നോക്കണം. ലാസ്റ്റ് ഭാഗത്ത് നമ്മൾ ഒരിക്കൽ കൂടി പറയും. ഇനി നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. അപ്പൊ നമ്മൾ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്ന വിഭാഗം CCT പേപ്പർ 1 ജനറൽ സ്റ്റഡീസിൽ ചാപ്റ്റർ 9 ഷോർട്ട് നോട്ട്സിൽ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ ടോപ്പിക്സ് ആണ് നമ്മൾ പറയാൻ പോകുന്നത്. ഇക്കോളജി ആൻഡ് ബയോഡൈവേഴ്സിറ്റിയിൽ ഷോർട്ട് നോട്ട്സ്. ഇക്കോസിസ്റ്റം പറഞ്ഞു നമ്മൾ, ബയോജിയോ കെമിക്കൽ സൈക്കിൾസ്, ദ നേച്ചർ ഓഫ് എൻവയോൺമെന്റൽ സയൻസ്, എൻവയോൺമെന്റൽ എത്തിക്സ്. ഇത് കഴിഞ്ഞ വീഡിയോയിൽ മാത്രമല്ല കേട്ടോ, അതിന് മുന്നത്തെ വീഡിയോയിലൂടെ പറഞ്ഞ ടോപ്പിക്സ് ആണ് നമ്മളിപ്പോൾ പറയുന്നത്. സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ആൻഡ് അവർ വേൾഡ്സ് ഫ്യൂച്ചർ, എൻവയോൺമെന്റൽ ഇക്കണോമിക്സ് ആൻഡ് എൻവയോൺമെന്റൽ പോളിസി, ഇക്കണോമിക്സ് അപ്രോച്ചസ് ആൻഡ് എൻവയോൺമെന്റൽ ഇംപ്ലിക്കേഷൻസ്, എൻവയോൺമെന്റൽ പോളിസി ആൻഡ് ഓവർവ്യൂ, ഇന്റർനാഷണൽ എൻവയോൺമെന്റൽ പോളിസി, ദ എൻവയോൺമെന്റൽ പോളിസി പ്രോസസ്, approaches to environmental policy, evaluation biodiversity and population ecology, evaluation as the wellspring of Earth's biodiversity, levels of ecological organization, population ecology. ഇത്രയൊക്കെയാണ് നമ്മൾ കഴിഞ്ഞ വീഡിയോയിലും അതിന് മുന്നത്തെ വീഡിയോയിലൊക്കെ ആയിട്ട് പറഞ്ഞത്. ഇനി നമുക്ക് ഈ വീഡിയോയിൽ പറയാനുള്ള ടോപ്പിക്സ് പറയാം. ഗ്ലോബൽ ക്ലൈമറ്റ് ചേഞ്ച് ആണ് നമുക്ക് പറയാനുള്ളത്. ഗ്ലോബൽ ക്ലൈമറ്റ് ചേഞ്ച് നമ്മളൊരു പ്രത്യേക കാര്യം ഇവിടെ ഓർമ്മിപ്പിക്കാണ്. ഇപ്പൊ നമ്മൾ പറയണതിൽ ഓർഡറിൽ വല്ല തെറ്റ് വരെ അല്ലെങ്കിൽ അതുപോലെ തന്നെ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഒക്കെ വന്നു കഴിഞ്ഞാൽ ദയവ് ചെയ്ത് നിങ്ങൾ ക്ഷമിക്കണം. അഡ്വാൻസ്ഡ് ആയിട്ട് പറയാണ്. യൂട്യൂബ് ആയതുകൊണ്ടാണ് നമ്മൾ പ്രത്യേകം എടുത്ത് പറയുന്നത്. കാരണം ചിലപ്പോൾ അങ്ങനെ വരാനുള്ള സാധ്യത ഉണ്ട്. അപ്പൊ നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞു പോയി കഴിഞ്ഞാൽ അത് കുറച്ചും കൂടി കംഫർട്ടബിൾ ആയിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. ലാസ്റ്റ് ഭാഗത്ത് നമ്മൾ ഓൾറെഡി പറയുന്നുണ്ട് എല്ലാ വീഡിയോന്റെയും തെറ്റുകൾക്കൊക്കെ നമ്മൾ ക്ഷമ ചോദിച്ചുകൊണ്ടാണ് വീഡിയോ അവസാനിപ്പിക്കാറുള്ളത്. പക്ഷെ ഇത്തിരി പ്രധാനപ്പെട്ട കാര്യം ആയതുകൊണ്ടാണ് കുറച്ച് നമ്മൾ കൊടുത്ത് പറയുന്നത്. എനിക്കിത് നേരത്തെ മനസ്സിലായിട്ടുള്ള ഒരു കാര്യമാണെന്ന് തന്നെ പറയാമത്. അതുകൊണ്ടാണ് നമ്മൾ പറയാൻ കാരണം. ഇതിന് മുന്നേ നമ്മൾ ചെയ്ത വീഡിയോയിലും ഇതേ രീതി തന്നെ നമ്മൾ ആവർത്തിച്ച് പോകുമായിരുന്നു. അപ്പൊ നമുക്കിനി പറയാം ഗ്ലോബൽ ക്ലൈമറ്റ് ചേഞ്ച്. ഗ്ലോബൽ ക്ലൈമറ്റ് ചേഞ്ച് അവർ ഡൈനാമിക് ക്ലൈമറ്റ്. Global climate change, our dynamic climate. Global climate change, our dynamic climate. Climate change is the fastest moving area of environmental science. Climate change is the fastest moving area of environmental science. 2. Climate describes an area's long-term atmospheric conditions, including temperature, moisture content, wind, precipitation, barometric pressure, and solar radiation. 3. Global climate change describes trends and variations in Earth's climate. Global climate change describes trends and variations in Earth's climate involving aspects of temperature, precipitations, storm frequency, and intensity. 4. While the Earth's climate does change over time naturally, climatic changes taking place today are rapid. Most scientists agree that human activities, mainly fossil fuel combustion and deforestation, are largely responsible for this rapid change in climate. 4. While the Earth's climate does change over time naturally, climatic changes taking place today are rapid. Most scientists agree that human activities, mainly fossil fuel combustion and deforestation, are largely responsible for this rapid change in climate. A. The sun and atmosphere keep the Earth warm. B. Greenhouse gases warm the lower atmosphere. 1. As Earth's surface absorbs solar radiation, its temperature increases and it emits infrared radiation.
2. Some atmospheric gases absorb infrared radiation. 2. Some atmospheric gases absorb infrared radiation effectively and are known as greenhouse gases. 3. Greenhouse gases further warm the atmosphere. 3. Greenhouse gases further warm the troposphere and the Earth's surface by re-emitting absorbed infrared energy. This is known as the greenhouse effect. For this natural effect has been enhanced by human activities that have increased greenhouse gas concentrations. See, greenhouse gas concentrations are rising first. 1. The greenhouse effect is a natural phenomena and most greenhouse gases have been present in our atmosphere for billions of years. 2. Carbon dioxide concentrations have increased from 280 ppm to 385 ppm since the late 1700s. 3. Most carbon is stored for long periods in the upper layers of the lithosphere. Since the industrial revolution, humans have been burning increasing amounts of fossil fuels, transferring carbon from one reservoir underground deposits that stored carbon for millions of years to another the atmosphere. For this flux of carbon is the main reason atmospheric carbon concentrations have increased so dramatically. D. Other factors may warm or cool the surface. 1. Aerosols and other elements may exert either a warming or a cooling effect on the lower atmosphere. Soot or black carbon aerosols can cause warming by absorbing solar energy, but most tropospheric aerosols cool the atmosphere by reflecting the sun's rays. 2. Scientists made quantitative estimates of the degree of influence that aerosols, greenhouse gases and other factors exert over Earth's energy balance. A. The amount of change in energy that a given factor causes is called its radiative forcing. B. Positive forcing warms the surface, whereas negative forcing cools it. E. The atmosphere is not the only factor that influences climate. 1. Milankovitch cycles are changes in Earth rotation and orbit around the Sun, and they change the relative amount of solar radiation reaching Earth's surface at different latitudes. 1. Milankovitch cycles are changes in Earth rotation and orbit around the Sun, and they change the relative amount of solar radiation reaching Earth's surface at different latitudes. Spelling mistake inde dayavathu kshamikka. 2. Solar output is a measure of the amount of radiation emitted by the sun. 3. Ocean absorption for ocean circulation. 3. Ocean absorption for ocean circulation. A. Thermohaline circulation. Thermohaline circulation is a worldwide current system in which warmer, fresher water moves along the surface in some areas while colder, saltier water moves deep beneath the surface. Scientists are concerned about the disruption of an oceanic circulation pattern that moves warm surface water northward from the equator toward Europe, which keeps the region warmer than it would be otherwise be. B. El Nino Southern Oscillation. B. El Nino Southern Oscillation (ENSO). A systematic shift in atmospheric pressure, sea surface temperature and ocean circulation in the tropical Pacific Ocean. In normal conditions, prevailing winds blow east to west along the equator, causing water to pile up in the western Pacific, and the warm water from the western Pacific flows eastward toward
South America, eventually suppressing upwelling along the coast of Peru. C. In La Nina events, cold surface waters extend far westward in the Pacific. D. Many scientists today are exploring whether globally warming air and sea temperatures may be increasing the frequency and strength of these events. D. Many scientists today are exploring whether globally warming air and sea temperatures may be increasing the frequency and strength of these events. E. Scientists use several approaches to infer and measure climate change. ഇനി അടുത്തത് പറയാനുള്ളത് കറന്റ് ആൻഡ് ഫ്യൂച്ചർ ട്രെൻഡ്സ് ആൻഡ് ഇമ്പാക്ട്സ്. കറന്റ് ആൻഡ് ഫ്യൂച്ചർ ട്രെൻഡ്സ് ആൻഡ് ഇമ്പാക്ട്സ്. 1. Scientific evidence that climate conditions have changed worldwide since industrialization is now overwhelming and indisputable. 1. Scientific evidence that climatic conditions have changed worldwide since industrialization is now overwhelming and indisputable. A. The IPCC summarizes evidence and predicts future impacts. 1. The most thoroughly reviewed and widely expected collection of scientific information concerning global climate change is a series of reports issued by the Intergovernmental Panel on Climate Change (IPCC). Intergovernmental Panel on Climate Change (IPCC). 2. In 2007, the IPCC released its fourth assessment report, which represents the consensus of scientific climate research from around the world. B. Temperature increases will continue. C. Precipitation is changing too. 1. A warmer atmosphere holds more water vapor, but changes in precipitation patterns have been complex, with some regions receiving more precipitation than usual and others receiving less. D. Melting ice and snow have far-reaching effects. 1. Mountains accumulate snow in the winter and release meltwater gradually during the summer. Warming temperatures will reduce glaciers and summertime water supplies to millions. 2. Immense ice sheets of the Arctic, Greenland and the Antarctic are melting faster and faster. 3. Near the poles, snow cover, permafrost and ice sheets are projected to decrease and the sea ice will shrink in both the Arctic and Antarctic. E. Rising sea levels will affect hundreds of millions of people. F. Climate change affects organisms and ecosystems. 1. Organisms are adapted to their environments. Biological phenomena regulated by temperature, including spring plants leafing earlier, insects hatching earlier, birds migrating earlier, and animals breeding earlier could all be impacted. 2. Biologists have recorded spatial shifts as organisms move towards the poles or upward in elevation. G. Climate change affects people. 1. Agriculture. A. Drought and temperature extremes will likely threaten farms and natural systems worldwide. A. Drought and temperature extremes will likely threaten farms and natural systems worldwide. B. Some croplands would lose their ability to produce food, while other areas might have increased agricultural productivity. 2. Forest will experience increased frequency and intensity of forest fires, which could increase in insect pests. 3. Human health. A. We will face more heat waves and heat stress can cause death. B. Alternatively, there may be favor diseases and injuries from cold weather.
B. Alternatively, there may be a fever, diseases, and injuries from cold weather. B. Alternative, there may be fever, diseases, and injuries from cold weather. 4. Economics. A. There will be economic costs and benefits to climate from the impact of climate change. Researchers predict cost will outweigh benefits. H. Impacts will vary regionally. 1. Are we responsible for climate change? 1. Virtually all environmental scientists agree that the earth climate and atmosphere are changing and that human activity, specifically greenhouse gas emissions, is the primary reason for this change. 2. Despite agreement among scientists and national governments that climate change is a pressing issue, public discussion of climate change in the United States remains mirrored in an outdated debate over whether the phenomenon is real and whether humans are to blame. ഇനി നമുക്ക് പറയാനുള്ള റെസ്പോണ്ടിങ് ടു ക്ലൈമറ്റ് ചേഞ്ച്. എ. Shall we pursue mitigation or adoption? A. Shall we pursue mitigation or adoption? A. Shall we pursue mitigation or adoption? 1. Mitigation is a strategy to pursue actions that reduce greenhouse gas emissions so we lessen the severity of future climate change. 1. Mitigation is a strategy to pursue actions that reduce greenhouse gas emissions so we lessen the severity of future climate change. 2. Adoption involves expecting that climate change is happening and pursuing strategies to minimize its impacts. B. Electricity generation and transportation are the largest source of greenhouse emissions. B. Electricity generation and transportation are the largest source of greenhouse emissions. 1. Reducing the volume of fossil fuels used to generate electricity and decreasing electricity consumption would reduce greenhouse gas emissions. A. Encourage conservation and efficiency. B. Switch to renewable energy sources. 2. Reducing the amount of fossil fuels burned in vehicles. 2. Reducing the amount of fossil fuels burned in vehicles would reduce greenhouse emissions in the transportation sector. 2. Reducing the amount of fossil fuels burned in vehicles would reduce greenhouse emissions in the transportation sector. A. Increase consumer demand for better fuel efficiency. B. Increase availability of alternatives to the traditional automobiles such as hybrid vehicles, electric vehicles, alternative fuel vehicles, or hydrogen fuel cell vehicles. C. Make lifestyle changes that decrease vehicle use, such as living near place of employment, biking, walking, or using public transportation. C. We need to follow multiple strategies to reduce emissions. Some international treaties address climate change. C. We need to follow multiple strategies to reduce emissions. Some international treaties address climate change. C. We need to follow multiple strategies to reduce emissions. Some international treaties address climate change. D. We began tackling climate change by international treaty. D. We began tackling climate change by international treaty. 1. The UN Framework Convention on Climate Change outlined a plan for reducing greenhouse gas emissions through a voluntary nation-by-nation approach. 1. The UN Framework Convention on Climate Change outlined a plan for reducing greenhouse gas emissions through a voluntary nation-by-nation approach. 2. The Kyoto Protocol was drafted in 1997 and would require all signatory nations to reduce greenhouse gas emissions. A. The Kyoto Protocol came into effect in 2005, but
critics and supporters alike agree that if every nation complied with the treaty, greenhouse gas emissions would continue to increase. We, following approval of the roadmap at Bali, the world nations are looking ahead to what will come next to supersede Kyoto with a new treaty set to take place in Copenhagen, Denmark in December 2009. Market mechanisms are being used to address climate change. 1. Permit trading programs harnesses the economic efficiency of the free market to achieve policy goals while allowing business industry or utilities flexibility in how they meet those goals. 1. Permitted trading programs harness the economic efficiency of the free market to achieve policy goals while allowing business, industry or utilities flexibility in how they meet those goals. F. Carbon offsets are in vogue. F. Carbon offsets are in vogue. 1. Carbon neutrality, a condition in which no net carbon is emitted, is a great idea, but needs a transparent and enforceable offset infrastructure. 1. Carbon neutrality, a condition in which no net carbon is emitted, is a great idea, but needs a transparent and enforceable offsets infrastructure. G. You can reduce your own carbon footprint. 1. The most influential factor in combating climate change may be the collective decisions of millions of regular people. 1. The most influential factor in combating climate change may be the collective decisions of millions of regular people. 2. In our everyday lives, we can each take steps to approach a carbon neutral lifestyle by reducing greenhouse emissions that result from our decisions and activities. 2. In our everyday lives, we can each take steps to approach a carbon neutral lifestyle by reducing greenhouse emissions that result from our decisions and activities. ഇതുവരെ പറഞ്ഞതൊക്കെ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നമ്മൾ വൺ ടൈം എക്സ്പ്ലനേഷൻ ആണ്, എക്സ്പ്ലനേഷൻ വളരെ കുറവാണ്. അപ്പൊ ദയവേത് നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യുന്ന ഞാൻ പ്രതീക്ഷിക്കുന്നു. നമ്മൾ ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോണെന്നുള്ളൂ. പ്രാവശ്യം പറഞ്ഞിട്ടൊന്നും ആകില്ലെന്ന് തന്നെ പറയാം, മനസ്സിലാവുന്ന ഒരു അവസ്ഥയൊക്കെ. ഇത്രയും നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ, കാരണം ടൈമില്ല. ഞാൻ മുന്നേ പറഞ്ഞതാണ്, ടോപ്പിക്സ് ഒരുപാട് കവർ ചെയ്യാനുണ്ട്. അതുകൊണ്ട് ഈ രീതിയിലോട്ട് നമ്മൾ ചേഞ്ച് ചെയ്തേക്കുന്നത്. എന്തായാലും നമുക്ക് പറ്റാവുന്ന പോലെ പറഞ്ഞിട്ടുണ്ട്. ടൈം ഉണ്ടെങ്കിൽ നമ്മൾ കൂടുതൽ തവണ എക്സ്പ്ലെയിൻ ചെയ്യും. ഇനിയിപ്പോൾ നമുക്ക് അടുത്ത ടോപ്പിക്ക് പറയാനുള്ളത് ക്രോണോളജി ഓഫ് എൻവയോൺമെന്റൽ മൂവ്മെന്റ് ആണ് പറയാനുള്ളത്. ക്രോണോളജി ഓഫ് എൻവയോൺമെന്റൽ മൂവ്മെന്റ്. The roots of the environmental movement can be found in the 19th century. Industrialization and its associated pollution were taking their toll on human health, leading for calls to protect air and water quality. However, it was not until the 1960s that the environmental movement gained mass popularity and a strong political voice. There were protests against nuclear weapons and demands for protection of the neutral world. Many environmental groups were founded during this era, and advances were made in the development of legislation protecting the environment. During the 1980s and 1990s, attention focused on the global nature of environmental problems such as global warming, acid rain, and extinction of species. Since 2000, this has resulted in an increased awareness of the need for international cooperation and the first attempts to protect the environment on global scale. The roots of the environmental movement can be found in the 19th century. Industrialization and its associated pollution were taking
their toll on human health. Industrialization and its associated pollution were taking their toll on human health, leading for calls to protect air and water quality. However, it was not until the 1960s that the environmental movement gained mass popularity and a strong political voice. There were protests against nuclear weapons and demands for protection of the natural world. Many environmental groups were founded during this era, and advances were made in the development of legislation protecting the environment. During the 1980s and 1990s, attention focused on the global nature of environmental problems such as global warming, acid rain, and the extinction of species. Since 2000, this has resulted in an increased awareness of the need for international cooperation and the first attempts to protect the environment on global scale. 1946 International Convention on the Regulation of Whaling established the International Whaling Commission. 1948 Foundation of the World Conservation Union (IUCN), a body which acts as a link between 55 states, 100 government agencies and non-governmental organizations. 1949 Foundation of the Nature Conservancy in the USA to conserve and restore natural areas including tall grass prairies and the Florida Everglades. 1950 to 53 Perhaps 12,000 people die as a direct result of among in London. 1956 Clean Air Act established measures to control smoke emissions in cities. 1957 core of a nuclear reactor at Windscale caught fire, leading to a major release of radioactivity. 1959 and Antarctic Treaty provided protection for the flora and fauna of the Antarctic. 1961 Establishment of the Worldwide Fund (WWF) with the aim of protecting endangered species. Establishment of the World Wildlife Fund (WWF) with the aim of protecting endangered species. It later changed its name to the Worldwide Fund for Nature and broadened its objectives to include habitat conservation and sustainable development. 1962 Publication of Silent Spring by Rachel Carson, highlighting the dangers of pesticide use to wildlife. 1963 Treaty banning nuclear weapon test in the atmosphere. Treaty banning nuclear weapon test in the atmosphere, in outer space and underwater. 1964 Agreed measures on the conservation of Antarctic fauna and flora. 1964 Agreed measures on the conservation of Antarctic fauna and flora. 1967 Torrey Canyon split, 1 lakh tons of crude oil of Cornwall. 1968 Further Clean Air Act extended and improved the 1956 Act, introduced the toll tax policy which increased the dispersal of pollutants, improving air quality locally but creating problems such as acid rain further afield. 180 kg of plutonium discharged into the Irish Sea from the Sellafield nuclear reprocessing plant Harding, published in Science, stimulating debate over the sustainability of the continued use of common property resources. 180 kg of plutonium discharged into the Irish Sea from the Sellafield nuclear reprocessing plant Harding, published in Science,
stimulating debate over the sustainability of the continued use of common property resources. 1969 Foundation of Friends of the Earth and Environmental Pressure Group renowned for the quality of its research into green problems. Publication of the first British Green Consumer Guide. 1970 Department of the Environment established. Environmental Protection Agency was established in the USA and Clean Air Act passed. 1971 Royal Commission on Environmental Pollution in the United Kingdom established in order to monitor pollution independently. Foundation of Greenpeace in North America, an organization committed to non-violent but confrontational defense of the environment. Their first campaign was a protest against a nuclear test on Ayathukode Island in the Pacific. Spelling mistake and Foundation of Greenpeace in North America, an organization committed to non-violent but confrontational defense of the environment. Their first campaign was a protest against a nuclear test on Ayathukode Island in the Pacific. Convention of Wetlands of International Importance, especially as waterfall habitat (Ramsar Convention). IUCN IWRB, almost 200 million hectares are now protected under this convention. Convention of Wetlands of International Importance, especially as waterfowl habitat (Ramsar Convention). IUCN IWRB, almost 200 million hectares are now protected under this convention. 1972 United Nations Conference on the Human Environment (Stockholm). 1972 United Nations Conference on the Human Environment (Stockholm), the first global conference focusing on environmental concerns. It expected the principle of stopping transnational pollution and lead to the formation of the United Nations Environmental Program (UNEP). Convention on the Prevention of Marine Pollution by Dumping of Wastes and Other Matter (London Dumping Convention) prohibits or restricts dumping of listed substances at sea. British branch of Greenpeace founded. Convention concerning the protection of the world cultural and natural heritage (World Heritage Convention). Parties endeavor to protect and study their natural and cultural heritage by the establishment of World Heritage Sites. Convention concerning the protection of the world cultural and natural heritage (World Heritage Convention). Parties endeavor to protect and study their natural and cultural heritage by the establishment of World Heritage Sites. 1973 Foundation of the Green Party initially called the People Party, then the Ecology Party. Foundation of the Green Party initially called the People Party, then the Ecology Party. Foundation of the Green Party initially called the People Party, then the Ecology Party. UNEP Convention on International Trade in Endangered Species (CATES). Convention restricting or prohibiting international trade in almost 500 species which are at risk of extinction because of overexploitation. It has been signed by 125 nations. Establishment of the Natural Conservancy Council in British to conserve flora, fauna and geological features. Proof the designation of sites of special scientific interest (SLS). Establishment of the Natural Conservancy Council in British to conserve flora, fauna and geological features. Proof the designation of sites special scientific interest (SSIS). 1.
1976. Dioxin released after an explosion at Civiso, northern Italy. 1978. Amoco Cody split 200 million liters of crude oil, contaminating 180 miles of the coast of Brittany. 1976. Dioxin released after an explosion at Civiso, northern Italy. 1978. Amoco Cadiz split 200 million liters of crude oil, contaminating 180 miles of the coast of Brittany. 1978. Amoco Cadiz split 200 million liters of crude oil, contaminating 180 miles of the coast of Brittany. 1979. Partial core meltdown in a nuclear reactor at 3 Mile Island, Pennsylvania. 1979. Partial core meltdown in a nuclear reactor at 3 Miles Island, Pennsylvania. Conventional long range transboundary air pollution. Spelling mistake inde dayavathu ക്ഷമിക്കണം. Conventional long range transboundary air pollution. Convention on the conservation of migratory species of wild animals. Bracketly Bonn Convention. 1980. IUCN UNEP World Conservation Strategy highlighted the 1980. IUCN UNEP World Conservation Strategy highlighted the loss of species and the need for habitat preservation. However, it did not challenge existing economic exploitation and failed to address issues of sustainability. Convention on the Conservation of Antarctic Marine Living Resources. Bracketly CCAMLR. Drafted in response to overfishing in the Antarctic waters, this convention entered into force in 1982. It encourages the conservation of the marine ecosystem of the Antarctic. അടുത്തത് 1982. First reports of a hole in the ozone layer over Antarctica. UN Convention on the Law of the Sea. Bracketly LOS Convention obligates parties to protect the marine environment. അടുത്ത 1983. International Tropical Timber Agreement established the International Tropical Timber Organization and provides a framework for cooperation between tropical timber producing and consuming nations with the aim of ensuring that tropical timber is harvested sustainably. With the aim of ensuring that tropical timber is harvested sustainably. 1983. International Tropical Timber Agreement established the International Tropical Timber Organization and provides a framework for cooperation between tropical timber producing and consuming nations with the aim of ensuring that tropical timber is harvested sustainably. ഇനി നമുക്ക് പറയാനുള്ളത് 1984. In Bhopal in India, 40 tons of methyl In Bhopal, India, 40 tons of methyl isocyanate leaked from a union carbide chemical plant, leading to the formation of a toxic gas cloud which drifted into a residential area. At least 2,500 people died as a result, and a further 2 lakh suffered major health problems. Spelling mistake inde dayavathu ക്ഷമിക്കണം. Formation of the 30% club. Some of the industrialized nations agreed to cut sulfur dioxide emissions by 30% of 1980 levels by
1993. 1984. In Bhopal, India, 40 tons of methyl isocyanate leaked from a union carbide chemical plant, leading to the formation of a toxic gas cloud which drifted into a residential area. At least 2,500 people died as a result. And a further 2 lakh suffered major health problems. Formation of the 30% club. Some of the industrialized nations agreed to cut sulfur dioxide emissions by 30% of 1980 level by 1993. In 1985, Helsinki Protocol on the reduction of sulfur emissions of their transboundary fluxes by at least 30%. Vienna Convention for the Protection of the Ozone Layer Vienna Convention. UNEP Action Plan for Biosphere Reserves, Wildlife and Countryside Act passed 1986. 1986 Moratorium on commercial whaling. 30 tons of pesticides and dyes released into the river Rhine after a fire at the Sandoz chemical plant Basel. 30 tons of pesticides and dyes released into the river Rhine after a fire at the Sandoz chemical plant Basel. Launch of the Rainforest Action New York. Launch of the Rainforest Action New York. Sorry. തെറ്റിപ്പോയി. Launch of the Rainforest Action Network. Launch of the Rainforest Action Network. സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ട്, ദയവേത് ക്ഷമിക്കുക, തെറ്റ് വരുന്നുണ്ട് നല്ല രീതിയിൽ തന്നെ. Explosion in a nuclear reactor at Chernobyl. 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 സ്പെല്ലിംഗ് മിസ്റ്റേക്കിന് ദയവേത് ക്ഷമിക്കണം. ഒരിക്കൽ കൂടി പറയാണ്, തെറ്റ് വേണ്ടിട്ട് നമുക്കറിയാം. യൂട്യൂബ് ആയതുകൊണ്ട് തന്നെ പറഞ്ഞു പോയില്ലെങ്കിൽ ശരിയാവുമില്ല. അടുത്തത് നമുക്ക് പറയാം 1987. 1987 Brundtland report first introduced the concept of sustainable development. Montreal Protocol and substances that deplete the ozone layer Montreal Protocol entered into force in 1989. 1987 Brundtland report first introduced the concept of sustainable development. Montreal Protocol on substances that deplete the ozone layer Montreal Protocol entered into force in 1989. 1988 establishment of UN Intergovernmental Panel on Climate Change IPCC. Establishment of UN Intergovernmental Panel on Climate Change IPCC. European Community agrees to cut emissions from large power stations by 2003. Sofia Protocol concerned the control of emissions of nitrogen oxides etc. നമ്മുടെ ക്യാമറയുടെ ക്ലാരിറ്റി പോയി. അപ്പൊ ഒരിക്കൽ കൂടി നിങ്ങളോട് ആത്മാർത്ഥത്തോടെ ക്ഷമ ചോദിക്കുന്നത്. ഇനി ഇവിടെ അങ്ങോട്ട് ക്യാമറയുടെ ക്ലാരിറ്റി ഉണ്ടാവില്ല. ഈ ഒരു അവസ്ഥയിലേക്കായി. നമുക്ക് കുറെ ടോപ്പിക്സ് എടുക്കാന്ന് വെച്ചാണ്, ചാപ്റ്റർ തീർക്കാന്ന് വിചാരിച്ചാണ്. ഇനിയിപ്പോ നമുക്ക് അടുത്ത വീഡിയോ ചെയ്യേണ്ടതായിട്ട് വരും. അപ്പൊ നമ്മുടെ വീഡിയോയുടെ അവസാനിപ്പിക്കുന്ന നമുക്ക് അടുത്ത വീഡിയോയിൽ ചെയ്യാവുന്ന ടോപ്പിക്സ് പറയാം. അപ്പൊ നമ്മള് ഇത് തന്നെ പറയും 1988 തന്നെ നമ്മ വീട്ടിൽ തുടങ്ങുന്നതാണ്. കാരണം എന്താ വെച്ചാല് എന്തായാലും നമ്മ തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ. ഇത് ഇനിയും ഉണ്ട്, അത്യാവശ്യമൊക്കെ ഉണ്ട്. ഇതുപോലത്തെ ഒരു അവസ്ഥ വന്നു കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ക്ലാസ് എടുത്ത് പോകാൻ പറ്റില്ല. കണ്ടില്ലേ, ഇതിപ്പോ നിങ്ങൾക്ക് മനസ്സിലാക്കാവുന്ന കാര്യമേ ഉള്ളൂ. ഇനി നമുക്ക് പറയാനുള്ളത് ഗ്ലോസറി ഓഫ് എൻവയോൺമെന്റ് ടേംസ് പറയാനുണ്ട് ഈ ചാപ്റ്ററിൽ തന്നെ. പിന്നെ ലാസ്റ്റ് ആയിട്ട് ഈ ചാപ്റ്ററിൽ വരുന്നത് ഇമ്പോർട്ടന്റ് അബ്രിവേഷൻസ് ആണ്. BAU, BCM, BTU, CDM എന്നൊക്കെ പറഞ്ഞ് കുറെ കൊടുത്തിട്ടുണ്ട്. ചിലപ്പോൾ പറ്റണേ നമ്മൾ ഇപ്പൊ തന്നെ വീഡിയോ ചെയ്യും, അല്ലെങ്കിൽ ഇന്ന് രാത്രി വീഡിയോ ചെയ്യും. അങ്ങനെ നമ്മൾ വിചാരിക്കുന്നത്.
പിന്നെ ചാപ്റ്റർ 10 ക്വസ്റ്റ്യൻ ബാങ്ക് ആണ് വരുന്നത്. അടുത്ത ചാപ്റ്റർ ആണ്. അതോടുകൂടി ഞാൻ പറഞ്ഞല്ല, കഴിഞ്ഞ നമ്മളെ ചാപ്റ്റർ അവസാനിക്കണം. നമ്മൾ പറഞ്ഞ ചാപ്റ്റർ അതോടെ അവസാനിക്കാണ്. ഇത് പുതിയ ചാപ്റ്റർ. ഇതിൽ കുറെ ക്വസ്റ്റ്യൻസ് ഒക്കെ വരുന്നുണ്ട്. നമുക്ക് വിശദീകരിച്ച് വീഡിയോ ആയിട്ട് തന്നെ നമുക്ക് പറയാൻ പറ്റുള്ളൂ. അപ്പൊ നമ്മള് വീഡിയോ നമുക്ക് അവസാനിപ്പിക്കണം എന്ന് ആഗ്രഹമില്ല, പക്ഷെ ഈ ഒരു അവസ്ഥ ആയതുകൊണ്ട് നമ്മൾ അവസാനിപ്പിക്കുന്നു. അല്ലെങ്കിൽ നമ്മൾ കുറെ ടോപ്പിക്സ് കവർ ചെയ്യാന്ന് വെച്ചാൽ തുടക്കത്തിൽ തുടങ്ങിയത് തന്നെ 2.5 മണിക്കൂറിന്റെ വീഡിയോ ചെയ്യാന്നാണ് വിചാരിച്ചത്. പക്ഷെ നടന്നില്ല. എല്ലാം നമ്മൾ വിചാരിക്കുന്ന പോലെ ആവണമെന്നില്ലല്ലോ. അപ്പൊ നമുക്ക് പറയാണെന്ന് വെച്ചാൽ നമ്മുടെ ക്ലാസ്സിൽ സ്പെല്ലിംഗ് മിസ്റ്റേക്ക്, ക്ലാസ് മനസ്സിലാക്കാൻ പറ്റാത്ത അവസ്ഥ, എന്തെങ്കിലും ഇതിലുള്ള തെറ്റുകളൊക്കെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ആത്മാർത്ഥമായിട്ട് ക്ഷമ ചോദിക്കുന്നു. പിന്നെ ക്യാമറയുടെ കാര്യം പറഞ്ഞല്ലോ, അത് ഞാൻ ക്ഷമിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട് നിങ്ങളോട്. ക്യാമറയുടെ ക്ലാരിറ്റി ഇല്ലെങ്കിൽ പിന്നെ ഒരു കാര്യമില്ല നമ്മൾ വീഡിയോ ചെയ്തിട്ട് തന്നെ. അത് പരമാവധി നമ്മൾ നല്ലതാക്കാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ ഈയിടെയായിട്ട് ഇതുപോലെ നമുക്ക് ക്ലാരിറ്റി പോണ ഒരു അവസ്ഥ വരുന്നുണ്ട്. അപ്പൊ വീഡിയോയില് പോരായ്മകളൊക്കെ ഉണ്ടെങ്കിൽ, തെറ്റുകളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ദയവേത് സഹകരിക്കുക, ക്ഷമിക്കുക. അത്രയൊക്കെ നമുക്ക് പറയാനുള്ളൂ. പിന്നെ നമ്മൾ പോസ് ചെയ്താണ് വീഡിയോ എടുത്തേക്കുന്നത്. അതാണ് റിപ്പീറ്റ് ചെയ്ത് കുറെ വേർഡ്സ് ഒക്കെ പറയേണ്ടി വന്നിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ ദയവേത് അതിനും കൂടി ക്ഷമിക്കണം. പിന്നെ ഈ വീഡിയോ നമ്മൾ എഡിറ്റ് ചെയ്യും. സോങ്സ് ഒക്കെ മിക്സ് ചെയ്തിട്ട് വീഡിയോ എഡിറ്റർ വെച്ചിട്ട് നമ്മൾ എഡിറ്റ് ചെയ്തിട്ടായിരിക്കും യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്നത്. അപ്പൊ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ അതിനും ദയവേത് നിങ്ങൾ എന്നോട് ക്ഷമിക്കണം. കാരണം കോൺസെൻട്രേഷൻ എഫക്ട് ചെയ്യാൻ സാധ്യതയുണ്ട്. നമ്മൾ സാധാരണ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതും സോങ്സ് മിക്സ് ചെയ്ത് നമ്മൾ വീഡിയോ എഡിറ്റർ യൂസ് ചെയ്തിട്ട് വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതും വ്യത്യാസം ഉണ്ടെന്ന് തന്നെ പറയാം. അതുകൊണ്ടാണ് നമുക്ക് ഇത് എടുത്ത് പറയേണ്ടി വരുന്നത്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം ആയതുകൊണ്ട് തന്നെ. അല്ലെങ്കിൽ പിന്നെ കമന്റ്സും കാര്യങ്ങളൊക്കെ നമ്മൾ എന്താ പറയാ ഒരുപാട് വന്ന് വീഡിയോയിൽ ഉണ്ടാവണ ഒരു അവസ്ഥയിലേക്ക് പോകും. പിന്നെ നമുക്ക് പറയാന്ന് വെച്ചാൽ ആഡ് ഡിസ്ക്രിപ്ഷൻ ബോക്സിനെ കുറിച്ചാണ്. ഈ ബുക്കിലെ പ്രധാനപ്പെട്ട കാര്യം, സിലബസ്, അതുപോലെ തന്നെ വീഡിയോട്ട് റിലേറ്റഡ് ആയിട്ടുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങളെല്ലാം നമ്മൾ ആഡ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കും. അപ്പൊ ദയവേത് ചെക്ക് ചെയ്ത് നോക്കണം. ഇതും നിങ്ങൾ മറന്നു പോകരുത്, മനസ്സിൽ വെക്കുക. ഇത്രയൊക്കെ നമുക്ക് പ്രധാനമായിട്ട് ലാസ്റ്റ് ഭാഗത്ത് പറയാനുള്ളത്. പിന്നെ നമുക്ക് എന്തായാലും കുറച്ച് ഫാസ്റ്റ് ആയിട്ട് ഇപ്പൊ ചെയ്യാൻ പറ്റുന്നുണ്ട് വീഡിയോ. പക്ഷെ നിങ്ങൾക്ക് എന്തുമാത്രം മനസ്സിലാവേണ്ടതെന്നുള്ളത് എനിക്കറിയില്ല. എന്തായാലും ഞാൻ എന്റെ കാര്യങ്ങൾ ഞാൻ തുറന്നു പറയും. എനിക്ക് തെറ്റുപറ്റി കഴിഞ്ഞാലൊക്കെ ഞാൻ തുറന്നു പറയും. എന്തായാലും എക്സ്പ്ലനേഷൻ വളരെ കുറവാണ്. കുറവെന്നല്ല, നല്ല കുറവാണ്. എക്സ്പ്ലനേഷൻ ഇല്ലെന്ന് തന്നെ പറയാം. അപ്പൊ അതൊക്കെ നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യണം എന്ന് തന്നെ എനിക്ക് പറയാൻ പറ്റുള്ളൂ. ദയവേത് അഡ്ജസ്റ്റ് ചെയ്യുക. നമ്മൾ ഒരു പ്രാവശ്യം പറഞ്ഞിരുന്നു, നമ്മൾ വീഡിയോ പറഞ്ഞുകൊണ്ടിരുന്നപ്പോഴൊക്കെ ക്ലാസ് എടുത്തുകൊണ്ടിരുന്നപ്പോ തന്നെ. പിന്നെ ഇതൊക്കെ ഞാൻ പറഞ്ഞതൊക്കെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ടാണ് ഞാൻ എടുത്തെടുത്ത് പറയുന്നത്. കാരണം നമുക്കിത് വിട്ടളയാൻ പറ്റില്ല. CSCT എക്സാം എന്നുള്ള രീതിയിൽ നല്ല രീതിയിൽ എക്സ്പ്ലെയിൻ ചെയ്ത് പറഞ്ഞാലേ കാര്യമുള്ളൂ. പക്ഷെ നമ്മൾ നമ്മുടേതായ രീതിയിലുള്ള ഒരു വീഡിയോ ചെയ്യാൻ നമുക്ക് പറ്റുള്ളൂ. നേരത്തെ പറഞ്ഞല്ലോ, പോരായ്മകളൊക്കെ ഉണ്ടാവും. അപ്പൊ അതൊക്കെ നിങ്ങൾ സഹകരിക്കണം, അഡ്ജസ്റ്റ് ചെയ്യണം എന്നൊക്കെ തന്നെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമുക്ക് പറയാനാവുള്ളൂ. എനിക്ക് എക്സ്പ്ലനേഷനെ കുറിച്ച് ഓർക്കുമ്പോൾ വളരെയധികം വിഷമമുണ്ട്. കാരണം കുറെ കൂടെ നല്ല രീതിയിൽ എക്സ്പ്ലെയിൻ ചെയ്യണം എന്നുള്ള ആഗ്രഹം നമുക്ക് ആത്മാർത്ഥമായിട്ടുണ്ട്. പക്ഷെ ടൈം ഇല്ലാത്തതുകൊണ്ട് നടക്കുന്നില്ല. ഇതിപ്പോ ഇത്രയും കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു. ഇതിപ്പോ എന്തുമാത്രം നിങ്ങൾക്ക് ഇത് മനസ്സിലാവും അല്ലെങ്കിൽ മനസ്സിലാവോ ഇല്ലയോ എന്നുള്ള കാര്യം എനിക്ക് പറയാനാവില്ലല്ലോ. അതുകൊണ്ടാണ് ഞാനിത് വളരെ പ്രാധാന്യം കൊടുത്ത് എക്സ്പ്ലനേഷനെ കുറിച്ചൊക്കെ നമുക്ക് പറയേണ്ടി വരുന്നത്. കാരണം എക്സ്പ്ലനേഷൻ ഇല്ല എന്നുള്ളൊരവസ്ഥയെ കുറിച്ച് നമുക്ക് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടി വരുന്നത് അതുകൊണ്ടാണ്. നിങ്ങളിലോട്ട് ഈ ടോപ്പിക്സ് എത്തിക്കുക എന്നുള്ളതാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. അപ്പൊ അത് നമുക്ക് കുറേ പ്രാധാന്യം കൊടുക്കേണ്ടത്. CSCT എക്സാം എന്നുള്ള പ്രാധാന്യം കൊടുക്കേണ്ടത്. അപ്പൊ ടൈം അനുസരിച്ചാണ് നമുക്ക് ടോപ്പിക്സ് കവർ ചെയ്യാൻ പറ്റുള്ളൂ. ടൈം അനുസരിച്ച് നമുക്ക് പറയാനും പറ്റുള്ളൂ ഈ ടോപ്പിക്സുകളെല്ലാം. ഞാൻ നേരത്തെ പറഞ്ഞു, നമ്മൾ കുറെ കൂടി നല്ലതാക്കാൻ ശ്രമിക്കും. സമയം ഉണ്ടെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എക്സ്പ്ലനേഷൻ കൂടുതലാക്കി തന്നെ നമ്മൾ പറഞ്ഞു പോകും. പിന്നെ ചില കാര്യങ്ങൾ ഞാൻ റിപ്പീറ്റ് ചെയ്ത് വീഡിയോയിൽ പറയേണ്ടിട്ട്, അത് നിങ്ങൾ എന്നോട് ക്ഷമിക്കണം എന്ന് തന്നെ എനിക്ക് പറയാൻ പറ്റുള്ളൂ. കാരണം ഇപ്പൊ നമ്മുടെ ഈ CSCT എക്സാം ആയിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള പല കാര്യങ്ങളും ഉണ്ട്. നമ്മൾ ക്ലാസ് എടുക്കുമ്പോൾ പറയേണ്ടി വരുന്ന ഒരവസ്ഥ വരുന്നുണ്ട്. കാരണം ഞാൻ പറഞ്ഞല്ലോ, ഇപ്പൊ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ആണെങ്കിലും ഒക്കെ ഞാൻ ക്ഷമിക്കണം എന്ന് പറഞ്ഞാൽ പോകാറുള്ളത്. കാരണം അല്ലെങ്കിൽ ശരിയാവില്ല. അത് എന്ത് കാര്യമായാലും അങ്ങനെ തന്നെയാണ്. എന്റെ ഒരു പ്രത്യേകതയാണ് അത്. കാരണം ഇത് വളരെയധികം പ്രാധാന്യം അറിയിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ് നമ്മൾ പറഞ്ഞു പോകുന്നത്. ഇപ്പൊ ടോപ്പിക്സ് ആണെങ്കിലും ടോപ്പിക്സ് ആയിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണെങ്കിലും. അതുകൊണ്ടാണ് നമ്മൾ റിപ്പീറ്റ് ചെയ്ത് ചില കാര്യങ്ങൾ പറയുന്നത്. അത് പറഞ്ഞു പോണായിരിക്കും അതിൻ്റെതായ ഒരു ശരിയെന്ന് തന്നെ പറയാം. അതുകൊണ്ട് നമ്മൾ പറയുന്നതാണ്. അപ്പൊ നിങ്ങൾക്ക് അത് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ചിലർക്ക് ചിലപ്പോൾ റിപ്പീറ്റ് ചെയ്ത് പല കാര്യങ്ങളും പറയുന്നത് താല്പര്യം ഉണ്ടാവില്ല. അപ്പൊ ചിലപ്പോൾ കമന്റ് സെക്ഷനിൽ റിപ്പീറ്റേഷൻ ഭയങ്കരമായിട്ട് റിപ്പീറ്റ് ചെയ്ത് പറയുന്നുള്ളത് ഉണ്ടാവും. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ക്ഷമിക്കുക അത് തന്നെ എനിക്ക് പറയാൻ പറ്റുള്ളൂ നിങ്ങളോട്. വേറെ മാർഗമില്ല. കാരണം ചില കാര്യം നമുക്ക് പറഞ്ഞേ പറ്റൂ. അത് റിപ്പീറ്റ് ചെയ്ത് പറയേണ്ട കാര്യം റിപ്പീറ്റ് ചെയ്ത് തന്നെ പറയേണ്ടി വരും.
അപ്പൊ അത് നമുക്ക് അസ്വസ്ഥതകൾ അതുകൊണ്ട് ഉണ്ട്. എന്താ പറയാ, ഡിസ്റ്റർബൻസ് ഉണ്ടെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ സോറി എന്ന് തന്നെ ഞാൻ പറയാണ്. അല്ലാണ്ട് നമുക്ക് വേറെ മാർഗങ്ങളൊന്നും ഇല്ല. ഞാനിപ്പോ കുറെ കാര്യങ്ങൾ നമ്മൾ നേരത്തെ തന്നെ പറയാറുണ്ട്, ക്ലാസ് തുടങ്ങുമ്പോൾ തന്നെ, അല്ലെങ്കിൽ അതിന് ശേഷം ആയാലും പറയാറുണ്ട്. സ്ഥിരം എല്ലാ വീഡിയോയിലും പറയണ കാര്യങ്ങൾ പറയാറുണ്ട്. പിന്നെ ഇപ്പൊ എക്സ്പ്ലനേഷൻ കുറവാണ്, അതിന്റെ കാര്യങ്ങൾ പറയാനുണ്ട്. അപ്പൊ നമുക്ക് അങ്ങനെ തന്നെ പറഞ്ഞു പോകേണ്ടി വരും. അല്ലെങ്കിൽ ഇപ്പൊ ഈ പറഞ്ഞ പോലെ തന്നെ ഓപ്പോസിറ്റ് വീഡിയോ ഇടാ, അതുപോലെ തന്നെ കമന്റ്സ് ഇടാ. ഞാനത് ആഗ്രഹിക്കുന്നില്ല അങ്ങനത്തെ ഒരു അവസ്ഥ. അതുകൊണ്ടാണ് നേരത്തെ പറഞ്ഞു പോകുന്നത്. പിന്നെ നമുക്ക് എങ്ങനെയും നിലനിന്ന് പോകണം. അപ്പൊ അതുകൊണ്ട് എനിക്കിതല്ലാണ്ട് നിവർത്തിയൊന്നുമില്ല വേറെ. അപ്പൊ നമ്മള് ആ ഒരു നാച്ചുറലായ രീതി തന്നെയാണ് നമ്മൾ എല്ലാ കാര്യങ്ങളും പറഞ്ഞു പോകുന്നത്. അപ്പൊ നിങ്ങളുടെ സഹകരണം ഞാൻ ദയവേത് പ്രതീക്ഷിക്കുന്നു, ആഗ്രഹിക്കുന്നു, അതുപോലെ തന്നെ ആശ്വസിക്കുന്നു. നമ്മുടെ ഒരു വിജയം എന്ന് പറയുന്നത് അതാണ്. കൂടുതലും നിങ്ങളുടെ ഒരു പ്രതികരണം അതാണ്. അല്ലെങ്കിൽ ഒരുപാട് കോൺസിക്വൻസ് നേരിടേണ്ട ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിക്കാൻ എനിക്ക് താല്പര്യമില്ല. അതുകൊണ്ടാണ് നമ്മൾ ക്ഷമ എന്നുള്ളൊരു വാക്കിനെ ഉപയോഗിക്കുന്നത് വീഡിയോയില്. കാരണം ഇപ്പൊ ഈ വീഡിയോ നമ്മൾ ചെയ്താലും കോൺസിക്വൻസുകൾ ഉണ്ടാവും. നല്ല കോൺസിക്വൻസ് ഉണ്ടാവും, തെറ്റായ രീതിയിലുള്ള കോൺസിക്വൻസ് ഉണ്ടാവും. അപ്പൊ നമ്മൾക്ക് എല്ലാം കറക്റ്റായിട്ട് പറയണമെങ്കിൽ നമുക്ക് തന്നെ അതൊരു വളരെയധികം സന്തോഷം കിട്ടുന്ന ഒരു കാര്യം തന്നെ പറയാം. അതുകൊണ്ടാണ് ഇത്രയും സമയങ്ങളും ഞാൻ സംസാരിക്കുന്നത്. ഇപ്പൊ ടൈം ഉള്ളതുകൊണ്ടാണ് ഞാൻ ഇത്രയും പറയാൻ കാരണം. അല്ലെങ്കിൽ ഞാൻ പറയില്ലായിരുന്നു ഇത്രയൊക്കെ. അപ്പൊ എല്ലാവരും എല്ലാ കാര്യങ്ങളും ഒന്ന് മനസ്സിലാക്കണം. അത്രേ ഉള്ളൂ. നമ്മൾ അവസാനിപ്പിക്കണം നമ്മുടെ വാക്കുകളൊക്കെ. ഇനി നമുക്ക് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ CCT എക്സാമിന് വേണ്ടിയുള്ള കാര്യങ്ങളാണ്. CCT എക്സാം നല്ല രീതിയിൽ പഠിക്കുക. ഇപ്പൊ നമ്മൾ ഈ പറഞ്ഞ വിഭാഗങ്ങളും നല്ല രീതിയിൽ പഠിക്കുക, ടെൻഷൻ ഫ്രീ ആയിട്ട് പഠിക്കുക, താല്പര്യപ്പെട്ട് പഠിക്കുക, മനസ്സ് എപ്പോഴും ഫ്രഷ് ആയിരിക്കുന്ന സമയത്ത് കൂടുതൽ കാര്യങ്ങൾ പഠിക്കാൻ ശ്രമിക്കുക. അതാണ് ഏറ്റവും പ്രധാനം. അപ്പൊ നല്ലൊരു CCT എക്സാം എല്ലാവർക്കും ആശംസിക്കുന്നു. നല്ല വിജയകരമായിട്ടുള്ള CCT എക്സാം ഒക്കെ ജീവിതത്തിൽ നടക്കട്ടെ. എല്ലാവർക്കും ഹാവ് എ നൈസ് ഡേ. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു സോ മച്ച്.